ക്ലാസ്സോ? ക്ലാസ് എല്ലാവരും മാറൂലേ? ഞാൻ അങ്ങനെ ഉപദ്രവകാരിയല്ല. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്ക് ചെയ്ത് പറയാം ലാസ്റ്റ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഫോളോവേഴ്സ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ട്രൂത്ത് ഓർ ഡെയർ ആണ്. ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ട്രൂത്ത് ഓർ ഡെയർ സജഷൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ചിപ്സ് ആയിട്ട് ഇട്ടേക്കുവാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യണം. ആദ്യം നമ്മൾ ചൂസ് ചെയ്യും ട്രൂത്ത് വേണോ ഡെയർ വേണോ എന്നുള്ളത്. ഡെയർ ആണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു. പെനാൽറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു ഡെയറോ അല്ലെങ്കിൽ ട്രൂത്തോ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറയുവാണെങ്കിൽ നമ്മൾ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, മറ്റേ ചെറിയ മുളകില്ലേ, എന്താ പറയാ, കാന്താരി മുളക്. ഓക്കെ, അത് കഴിക്കണം. അതാണ് പെനാൽറ്റി പോലെ ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ആരാണ് ചൂസ് ആക്കാൻ പോണെന്ന് അറിയാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് പ്രോസസ്. ഫസ്റ്റ് ട്രൂത്ത് ഐശ്വര്യമായിട്ട് തുടങ്ങും. അത് കാണിക്കുന്നിട്ട് അപ്പൊ ആരെ എനിക്ക് തന്നെ തോന്നുന്നു. ഞാൻ എഴുതി തന്നെയായിരുന്നു. someone you don't like from your school, ലൈക്ക് അയാളുടെ പേര് പറയാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാണിക്കാൻ. എനിക്കിഷ്ടമായത് അത് ഞാൻ തന്നെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്നാ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പാവല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടത്. നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവും സോഷ്യൽ മീഡിയ കാണിച്ചാൽ. അത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നിനക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ അക്കൗണ്ട് ഇവർക്ക് കാണിച്ചു നോക്കാം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളാ. മനസ്സിലായി ആക്ച്വലി. ഓക്കെ, സോ അതാണ് എന്റെ ട്രൂത്ത്. ഒരു ട്രൂത്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നീയാണ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഞാൻ കുറിച്ച് തരാം. കുലിക്കാനൊന്നും ഇല്ല, ആകെ 5-6 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓ, ഇത് സിമ്പിളാ. വാട്ട് ഈസ് ദ weirdest thing you have googled late at night? സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് വിയേർഡ് ആണോന്ന് എനിക്ക് അറിയത്തില്ല. ആൾക്കാരിങ്ങനെ രാത്രി എങ്ങനെ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കൂലേ, ഞാൻ എങ്ങനെ ഉറങ്ങാണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിയിരുന്നു. എന്താണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നില്ല. ശരിക്കും കാരണം എനിക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരും. എനിക്കാണെങ്കിൽ കുറെ ഡ്രാമാസ് ഇരുന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉറങ്ങാണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം, അത് ഗൂഗിളിൽ പഠിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്ക് ചെയ്ത് പറയാം ലാസ്റ്റ്. അത് ഇത് ക്വസ്റ്റ്യൻ. ഞാൻ സ്റ്റോക്ക് ചെയ്യും. പിന്നെ അറിയാൻ ആൾക്കാരല്ല ചെയ്യാം, അറിയാത്ത ആൾക്കാരെ. ഞാനാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ബൈ ഡീഫോൾട്ട് എൻ്റെ ഒരു ഡയറി ഉള്ളൂ, അവളുടെ ഒരു ഡയറിനെയാണ്. ഓക്കെ, സൗണ്ടിൽ വായിച്ചോ. നിന്റെ എന്തോന്ന് ഹാൻഡ് റൈറ്റിംഗ് പുറത്ത് കാണാം. ഇത്ര അമർത്ത് ഞാൻ എഴുതാറില്ല. പോസ്റ്റ് എ സ്റ്റോറി സേയിങ് accepting applications for a personal chef, DM for more details, payment in compliments only. സംഭവം എനിക്കറിയാം, ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്, പക്ഷെ എനിക്ക് ChatGPT തന്നതായിരുന്നു. സോ ഞാൻ ഈ സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പോവാണ്. വേറെ നമുക്ക് കിട്ടുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ആ ഒരു ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് തിങ്കിങ് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്താണ് കിട്ടിയെന്നറിയോ? പറയണ്ട, സ്റ്റോറി ഇടുന്നല്ലേ ഉള്ളൂ. ഏത് അക്കൗണ്ടിൽ ഇടുന്നു പറഞ്ഞിട്ടില്ലല്ലോ. മെയിൻ അക്കൗണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പേയ്മെന്റ് ഇൻ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ സ്പെല്ലിംഗ് ഇതല്ലല്ലോ. അതെ, ഇത് ചെറുതായി കഴിക്കും. നോ എല്ലാം ഒരേ മതി. മെസ്സേജ് ഒക്കെ തന്നെ നോക്കാമല്ലോ. സ്വഭാവം കണ്ടോ? കാണുന്നുണ്ടോ? ഉണ്ടല്ലേ, ബാക്കിലുള്ള പോർഷൻ ഒക്കെ കാണുന്നുണ്ട്. ഞാനാണ് ഡയർ ചെയ്യാൻ പോണേ. എന്റെ ഇല്ല. Tell any 5 qualities പോസിറ്റീവ് എന്നെ കുറിച്ച്. Wait a minute. Who are you? നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഡയർ ഇതാ. പച്ചക്കറി കുറച്ച് കഴിക്കും, നല്ലൊരു ക്വാളിറ്റി അല്ലേ, ഹെൽത്ത് നോക്കൊണ്ടെന്ന്. ഓക്കെ, അങ്ങനെ പറ. ഹെൽത്ത് കോൺഷ്യസ് ആണെന്നാണ്. അല്ല, പച്ചക്കറി കുറച്ച് കഴിക്കും, ഡേറ്റ്സ് കഴിക്കും. സെക്കൻഡ് ക്വാളിറ്റി എന്റെ ഡയറി ഞാൻ പറയാം. ഡേറ്റ്സ് നല്ലതാ, ഹെൽത്തിന്. കഞ്ഞി കഴിക്കും, കഞ്ഞി നല്ലതാ. ഫുഡിന്റെ കാര്യം അതിൽ കഴിഞ്ഞ് ഇതെന്ത് ഫുഡ് കഴിക്കുന്നാണെങ്കിൽ 5 പറയാൻ എനിക്ക് അറിയത്തില്ലേ. ഉള്ളതിനെ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒന്ന് പറഞ്ഞു 2 hours later. എന്താ പഠിപ്പിക്കുന്ന പറഞ്ഞു. പിന്നെ ഒന്ന് പൈസ ചെലവാക്കും. ഐ മീൻ എനിക്ക് നല്ല ക്വാളിറ്റി ആണ്. കാരണം അവള് മൂവീസിലേക്ക് പോകുമ്പോൾ പൈസ എടുക്കുമ്പോൾ എനിക്ക് നല്ല ഉപകാരമാണ് അത്. 5 ഇതാണ് 5 ക്വാളിറ്റി. പൈസ ചെലവാക്കുന്നത് കൊണ്ട് തന്നിരിക്കുന്ന ക്വാളിറ്റിയാണ്. എന്താ, പച്ചക്കറി കഴിക്കും, ഡേറ്റ്സ് കഴിക്കും, കഞ്ഞി കുടിക്കും. ശരിക്കും ക്വാളിറ്റി അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും നല്ല നല്ല കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നീ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ കഞ്ഞി കുടിക്കുന്നത്? എനിക്ക് കഞ്ഞി കുടിക്കാൻ പാടാ. ഒരാളെ കഞ്ഞി കുടിക്കണം, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആകെ 2 എണ്ണേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ബൈ ഡിഫോൾട്ട് അവൾക്ക് അടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലാവും എന്താണ് കിട്ടുന്നത്. Fill your mouth with drink and gargle your answer to the next truth. So നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വേണ്ട, ഞാനിപ്പോൾ ഒരു ഡയലോഗ് കൊടുക്കാം. അത് അവള് വായിൽ വെള്ളം വെച്ചിട്ട് പറയും. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവില്ലല്ലോ നമുക്ക് എന്താ ആൻസർ പറയണേന്ന്. സോ ദശ മൂലാരിഷ് ദശ അതപ്പോൾ മനസ്സിലായില്ല സാധനം. എനിക്ക് ഒന്നും മനസ്സിലായില്ല. No, no. എനിക്ക് ഞാൻ ഒരു ഡയറി ഉള്ളൂ, എടുക്കാനൊന്നുമില്ല. എനിക്കറിയാം എന്താ ഉള്ളത്, കാരണം ഞാൻ തന്നെ എഴുതി. എനിക്കറിയില്ലല്ലോ എന്താ. സെൻഡ് എ ഫണ്ണി മെസ്സേജ് ടു വൺ ഓഫ് യുവർ ഫോളോവേഴ്സ്. അല്ല, ആക്ച്വലി ഫോളോയിങ്ങിലാണ് ഉദ്ദേശിച്ചത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഫോളോവേഴ്സ്. പക്ഷെ എന്നിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞു ഫോളോയിങ്ങിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ എഴുതുമ്പോ പറഞ്ഞില്ല. ഓക്കെ, അക്ഷയ് ഹരിചന്ദ്രൻ. ഓ ഈസിയാ, അവളുടെ ഫ്രണ്ടാ. ഇത് അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഡോണ്ട് ടോക്ക് ടു മീ എവർ അഗെയിൻ എന്നുള്ളൊരു ടെക്സ്റ്റ് അയച്ചാൽ മതി. സോ ഗൈസ്, ഞാൻ അയച്ചിട്ടുണ്ട്. ഇപ്പൊ റിപ്ലൈ വന്നിട്ടുണ്ട്. ഒരു ഇമോജിയാണ് വന്നിട്ടുള്ളത്. ഞാൻ ബട്ടു ആയിന്ന് വെച്ചിട്ട് സാഡല്ല, മനസ്സ് സങ്കടമാണ്. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ബട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. നന്നായിരിക്കും. സോ മോസ്റ്റ് എംബാരസിംഗ് മൊമെന്റ് ഡ്യൂറിങ് സ്കൂൾ ടൈം. ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. എന്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നേ, ഞാനത് ഇൻക്ലൂഡ് ചെയ്തതാണ്. ആക്ച്വലി സ്കൂൾ ടൈമിൽ ഇങ്ങനെ എംബാരസിംഗ് എന്ന് പറയുമ്പോൾ എന്റെ ലൈഫ് ഫുള്ള് തന്നെയായിരുന്നു. ഓക്കെ, കറക്റ്റ്. മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രാവിലെ നേരത്തെ പോകുന്ന ടൈമിൽ, ഞാൻ സ്കൂൾ ബസ്സിലാവുന്ന ടൈമിൽ എനിക്ക് പ്രശ്നം പറ്റിയിട്ടില്ല. പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ടൈമിൽ അത് കുറച്ചോട്ടെ. കാക്ക കുരക്കി സംസാരം. ഓക്കെ, പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ടൈമില് നമുക്ക് വെയിറ്റ് ചെയ്യൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ 8th ഒക്കെ വരെ സ്കൂൾ ബസ്സിലാവുന്നത് 9th പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആ ടൈമിനനുസരിച്ച് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ആരും ശ്രദ്ധിക്കില്ല, അങ്ങനെ ബാഗിന്റെ സിബ് ക്ലോസ്ഡ് ആണോ എന്നൊന്നും ആരും ശ്രദ്ധിക്കൂല. ബസ് കയറുന്ന ടൈമില് ഇവൻ നമ്മുടെ സീറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ബാഗ് കൊടുക്കൂലോ. അപ്പോഴാണ് അറിയാം ഇത് ഓപ്പൺ ആയിട്ടായിരിക്കുന്നത്. ഇത്ര നേരം നടന്നു പോയത് അങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ. പിന്നെന്താ, കോളേജ് ടൈമിലെ മോസ്റ്റ് എംബാരസിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഞാൻ പാന്റ് ഒക്കെ തിരിച്ചിട്ട് വരും. ലൈക്ക് ഫുൾട്ടായിട്ട് ഇട്ടിട്ട് വരും. ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ബസ് ഇറങ്ങി ക്ലാസ്സിലോട്ട് നടന്നു പോകുമ്പോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പൊ നോക്കുമ്പോ ഈശ്വര പാന്റ് തിരിഞ്ഞിട്ടുണ്ട്. ഇതെന്താ, ഞാൻ ഇത് ഞാൻ മറന്നുപോയി. Have you ever checked my phone if it's when and when? ഇത് ഞാൻ എഴുതിയതാ, എനിക്ക് അറിയാനായിട്ട്. എന്റെ ഹാവ് യു എവർ ചെക്ക് മൈ ഫോൺ ഇഫ് യെസ് വെൻ ആൻഡ് വൈ? എന്തിനാ, എപ്പോ, എങ്ങനെ? പിന്നെ ഫോൺ വന്നവരെ എനിക്ക് നോക്കാൻ വരെ മടിയാ. എനിക്ക് ഫോൺ വന്നാലേ എടുക്കാൻ മടിയാ. പിന്നെ ഇവൾക്ക് ഫോൺ വന്നാൽ എങ്ങനെ നോക്കും? ട്രൂത്ത്. കോള് ഞാൻ എവിടെയെങ്കിലും ആണ്, ബാത്റൂമിലാണെങ്കിലോ അങ്ങനെ ആണെങ്കിൽ പോലും എന്റെ കോളോടെ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പറഞ്ഞാൽ പോലും എടുക്കാറില്ല. മടിയാണ്. എന്റെ കയ്യില് ഒരു ഫോൺ ഉണ്ടാവും, അതിലേ കോള് വരും, അത് എടുക്കാൻ എനിക്ക് മടി. പിന്നെ ഫോണിൽ പോയിട്ട് എടുത്ത് നോക്കി ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ നോക്കൂട്ടോ. ഇവള് പാട്ട് വെച്ചിട്ട് പോകും. പാട്ട് വെച്ച് പോകുന്ന ടൈമില് നോട്ടിഫിക്കേഷൻ ഭയങ്കര സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് പറയാൻ നോക്കാൻ പോകും. നമുക്ക് വീട്ടിലിപ്പോ വൈഫൈ ഉണ്ട്. മുമ്പ് വൈഫൈ ഇല്ലാത്ത ടൈമില് നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യുന്നല്ലേ. അപ്പൊ ഓക്കെ, ഞാൻ ട്രൂത്ത് ആയിട്ട് പറയാം. എന്റെ കഴിഞ്ഞൊരു ട്രൂത്തിന്റെ. സോ അതില്
എന്റെ നെറ്റ് തീർന്നു എന്ന് വിചാരിക്കും നൈറ്റ് ടൈമിൽ. ഇവള് അങ്ങനെ യൂസ് ചെയ്യില്ല. ചില ടൈമിൽ നമുക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ടാവില്ലല്ലോ. അപ്പൊ കുറച്ചു നേരം യൂസ് ചെയ്തിട്ട് ഫോണോട് വെക്കും. ഞാൻ നോക്കും നെറ്റ് ഉണ്ടോ. അവക്കായിരിക്കും ചിലപ്പോൾ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക നന്നായിട്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ പീസ് ഒക്കെ നോട്ടിഫിക്കേഷൻ താഴോട്ട് ബാർ താഴോട്ടാക്കും, ഹോട്ട്സ്പോട്ട് നെറ്റ് ഓൺ ചെയ്യും, ഞാൻ നെറ്റ് എടുക്കും. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ട്രൂത്ത് ഓർ ഡേ എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇനിയും കുറെ ആൾക്കാര്, കുറെ ഇല്ല, കുറച്ച് ആൾക്കാര് കുറെ സജഷൻസ് ഉണ്ടായിരുന്നു അത് ചെയ്ത് പറഞ്ഞിട്ട്. സോ ഒരാൾ തന്നെ കൂടുതൽ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാര് കുറെ സജഷൻസ് തന്നു. ലൈക്ക് എന്റെ 2-3 ഫ്രണ്ട്സും ഇവളുടെ കുറച്ച് ഫ്രണ്ട്സും ഇത്രേ ഉള്ളൂ. അവര് കുറെ തന്നു. സോ അതൊക്കെ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല. സോ അതുകൊണ്ട് നമുക്ക് വിചാരിച്ചു അതൊക്കെ പാർട്ട് 2 ആക്കി നമുക്ക് ഇറക്കാം. വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ആക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ആൻഡ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.